ഹായ് ഡിയേഴ്സ്, വീണ്ടും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ കേട്ടോ. സിസ്റ്ററിൻ്റെ പിള്ളേരുടെ നൂലിട്ടാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരുക്കത്തിലാട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റു എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാ 10:50ക്കും 10:30ക്കുമായിരുന്നു കേട്ടോ സമയം. അപ്പോൾ അതാ നൂലിട്ട് ചടങ്ങ് തുടങ്ങി. അപ്പം പെണ്ണ് കരച്ചിലില്ലായിരുന്നു, ചെറുക്കൻ കരച്ചിലായിരുന്നു കേട്ടോ. അവൻ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതിലേക്ക് ആയതുകൊണ്ട് കരച്ചിലായിരുന്നു. പെണ്ണിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെന്താ പൊന്നൂസിൻ്റെ ആയിരുന്നു. എപ്പോഴും പൊന്നൂസ് കരച്ചിലായിരുന്നു കേട്ടോ. പൊന്നൂസ് അവൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ കരച്ചിലായിരുന്നു. പിന്നെ ഇപ്പം ചെറുക്കനാട്ടോ കരച്ചിലൊക്കെ. അപ്പോൾ ആ പെണ്ണിൻ്റെ നൂലിട്ട് കഴിഞ്ഞു. അപ്പം പേരിട്ടിരിക്കുന്ന വൃന്ദ എന്നാട്ടോ പേര്. അപ്പം ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ആമി എന്നാണ്. അപ്പോൾ ചെറുക്കൻ്റെ പേര് വിഘ്നേഷ് എന്നാണ്. ഞങ്ങൾ വിച്ചുക്കുട്ടനെന്ന് വിളിക്കും, പിന്നെ കുഞ്ഞുകുട്ട അങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ. എല്ലാം തന്നെ വിളിക്കും. പിന്നെ അങ്ങനെ അത് നല്ല രീതിയിൽ നടന്നു. പിന്നെ എന്താ എല്ലാവർക്കും സ്ക്വാഷ് വെള്ളം ഞങ്ങൾ കൊടുക്കും കേട്ടോ. അപ്പം അത് അമ്മാവനാട്ടോ എല്ലാം റെഡിയാക്കി എടുത്ത്. പിന്നെ ഇതാ അതിൻ്റെ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ചെറുക്കൻ നല്ല ഉറക്കമാണ്, പെണ്ണെണീറ്റിരിക്കും കേട്ടോ. അപ്പോൾ അതാ പൊന്നൂസിൻ്റെ ഗ്ലാസിൻ്റെ മറ്റേ കുടിക്കുന്ന ഗ്ലാസിൻ്റെ അത് കിട്ടിയപ്പോഴത്തേക്ക് അവൾ അതിൽ പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പം ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു. അപ്പം ഏട്ടനുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെയാണ് വിളമ്പിയതൊക്കെ. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. ഷീറ്റും കൂടെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം പിള്ളേർ എന്താ പറയുക, കരച്ചില്ലാത്ത സമയത്താട്ടോ അവളും പോയി കഴിച്ചത്. അപ്പോൾ പിന്നെ വഴക്കിടുകയല്ലോ. അപ്പോൾ അത് പൊന്നൂസിന് നേരത്തെ കൊടുത്തായിരുന്നു കേട്ടോ. പൊന്നൂസ് രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് അവൾക്ക് ഞാൻ നേരത്തെ കൊടുത്തു. പിന്നെ ഇതാ ഞങ്ങൾ ലാസ്റ്റായിട്ടിരുന്നത്. എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ ബിരിയാണി ഒന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കഴിച്ച് ഇഷ്ടമായി. അപ്പം ഒരുപാടൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടിയതിൽ എന്താ പറയുക, ഡ്രസ്സൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വെച്ചു കേട്ടോ. ഇത് ആരാ തന്നതെന്നൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ ആ ഡ്രസ്സ് അതിനകത്ത് ഡങ്കിരി ആയിരുന്നു കേട്ടോ. ഡങ്കിരി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അത് രണ്ടുപേർക്ക് നല്ലൊരു വൈറ്റ് കളറും ഒരു പിങ്ക് കളറും ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ക്യൂട്ടാണ് പിള്ളേരുടെ ഡ്രസ്സൊക്കെ, നല്ല ക്യൂട്ടിയായിരുന്നു. പിന്നെ അതുപോലെ സെയിം തന്നെ വേറൊരു കവറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങൾ പൊട്ടിച്ച് നോക്കി. അപ്പോൾ അതിലും നല്ലൊരു അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പെണ്ണിന് ഇപ്പം ചെയ്തില്ല കേട്ടോ. പെണ്ണിന് കുറച്ചും കൂടെ കഴിയുമ്പോഴേ ചെയ്തുള്ളൂ. ചെറുക്കൻ്റെ ഡ്രസ്സ് കുഴപ്പമില്ല, അവന് പാകാവുന്ന കൂടി ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് നല്ലൊരു കളറായിരുന്നു കേട്ടോ. പിന്നെ ഇനിയുണ്ട് കുറേയൊക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും ഇപ്പോൾ പൊട്ടിച്ചില്ല കേട്ടോ. ഈ കളറ് വേറൊരു 2 കളറ്, ഒരു നോർമൽ വർക്കൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമായി, രാത്രി പിള്ളേരെ ഒന്ന് മേലൊക്കെ തുടച്ചിട്ട് ഉറക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.